കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പഞ്ചപാണ്ഡവരിലൊരാളായ അർജുനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം. പത്തനംതിട്ട ജില്ലയിലെ ഈ ക്ഷേത്രം വിശുദ്ധ നദിയായ പമ്പയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് 18-ാം പടി, ഈ ക്ഷേത്രത്തിലെ പ്രധാന കവാടം, കിഴക്കേ നട. ഈ ക്ഷേത്ര കവാടത്തിലൂടെയാണ് എല്ലാ ഭക്തജനങ്ങളും ഈശ്വരനെ ദർശിക്കാൻ പോകുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായ ഭഗവാൻ ഗീതോപദേശം നൽകുന്നതിനോടൊപ്പം തന്റെ പ്രിയ ശിഷ്യനു മുമ്പിൽ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയുണ്ടായി. ഈ വിശ്വരൂപമാണ് ആറന്മുളയിലെ പ്രതിഷ്ഠ. ഇവിടെ ക്ഷേത്ര കവാടത്തിൽ ഏവരെയും എതിരേൽക്കുവാൻ ഒരു കഥ പറയുന്ന വലിയ മണി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മണി വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഈ മണി തൊട്ടടുത്തുള്ള പമ്പാ നദിയുടെ മറുകരയിലുള്ള പള്ളിയിൽ നിന്നും ഈ മണി ഇവിടെ ക്ഷേത്രത്തിൽ മണിയടിക്കുന്ന സമയത്ത് തന്നെ, പള്ളിയിൽ അവിടെ മണിയടിക്കുന്ന ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ മണിയടിക്കുന്നതായിട്ട് ഇവിടെ വലിയ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയ്ക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ആ ആന ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ആനയാണ്. ആ ആന ആ മണി പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ നടക്കി വെക്കുകയായിരുന്നു. ആ മണി പുരാതനമായിട്ട് ഇവിടെ സൂക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ വായിച്ചറിയാൻ കഴിഞ്ഞ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മണി ഉടച്ചു പറിച്ചിട്ട് പുതിയ അതേ വെയിറ്റിലുള്ള മണിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിഹാസമുറങ്ങുന്ന പുണ്യനദിയായ പമ്പയുടെ തീരങ്ങളിലൂടെ ചരിത്രം തേടി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് പോലും ആറന്മുള എന്ന പുണ്യപുരാതന ഗ്രാമത്തെ തൊട്ടു തലോടാതെ പോകുവാൻ സാധിക്കില്ല. ആറന്മുളയുടെ ഹൃദയത്തിലൂടെ പ്രവഹിക്കുന്ന ദക്ഷിണഗംഗ എന്ന പമ്പ. ഈ പമ്പാ സ്നാനം നടത്തുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ഒഴുകുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ ഈ പമ്പയും ആറന്മുളയും തമ്മിൽ വളരെ വർഷങ്ങളുടെ ബന്ധമുണ്ടെന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത്. ആഗ്രഹ സാഫല്യത്തിനായി തുളസിമാല വഴിപാടായി തിരുനടയിൽ സമർപ്പിക്കാം. കന്നിമല ചവിട്ടുന്ന അയ്യപ്പ ഭക്തർ 41 ദിവസത്തെ വ്രതത്തിനായി തുളസിമാല അണിയുവാൻ ഈ പാർത്ഥസാരഥിയുടെ സന്നിധിയിലെത്തുന്നു. ആറന്മുള ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത കൊടിമരമാണ്. മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഇവിടെയാണുള്ളത്. ആഗ്രഹ സാഫല്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഈ ക്ഷേത്ര കൊടിമര ചുവട്ടിൽ മഞ്ചാടി വിതറുക വഴിപാടായി നടത്തുന്നു. മഞ്ചാടി മുത്തുകൾ വാരിക്കളിച്ചെന്റെ മനസ്സിനും വല്ലാത്ത വികൃതി. മതയാനയാണെന്ന് മറ്റുള്ളോർ ചൊന്നാലും കുനിയാം പൊന്നിൻ തിടമ്പേ. ശീവേലിക്കെന്നും ഞാൻ മുമ്പേ മഞ്ചാടി മുത്തുകൾ വാരിക്കളി. ഇവിടെ ശാസ്താവ്, യക്ഷിയമ്മ, ഭഗവതി, ഗണപതി, ബലഭദ്രരാമൻ, ശിവൻ, നാഗരാജാവ്, നാഗേഷി തുടങ്ങിയ ഉപദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ച നിരവധി ചുമർ ചിത്രങ്ങളും ഇവിടെ ദർശിക്കാം. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് 6 അടി പൊക്കമുണ്ട്. ക്ഷേത്രത്തിന് പുറം ചുമരിൽ 4 വശങ്ങളിലായി 4 ഗോപുരങ്ങളുണ്ട്. ഭക്തർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വീണ്ടും വന്ന് തൊഴുവാനുള്ള ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഭാഗവത പാരായണം കൊണ്ടും രാമായണ പാരായണം കൊണ്ടും മുഖരിതമാണ് ഈ ക്ഷേത്രാങ്കണം.
ക്ഷേത്രത്തിൽ വളരെ പ്രത്യേകതകളുള്ള ഉത്സവങ്ങളുണ്ട്. അതിലൊന്നാണ് അവതാര ചാർത്ത്. വൃശ്ചികം 1 മുതൽ 10 ദിവസമാണ് ഈ ഉത്സവം. മഹാവിഷ്ണുവിന്റെ 10 അവതാരവും ചന്ദനം കൊണ്ട് മുഴുക്കാപ്പണിഞ്ഞ ഭഗവാനെ കാണുവാൻ വൻ ജനാവലിയാണ് ഇവിടെ എത്തുന്നത്. ചിങ്ങമാസമായാൽ ആറന്മുള ദേശക്കാർക്ക് ആഹ്ലാദമാണ്. ഓണമായാൽ പിന്നെ വള്ളസദ്യ, ആറന്മുള ജലമേള, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ഉത്സവങ്ങൾക്ക് തുടക്കമായി. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ തൂണുകളുടെ നിർമ്മാണ രീതിയാണ്. കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന തൂണുകൾക്കൊന്നിൽ വ്യാളീമുഖത്തിന്റെ രൂപമുണ്ട്. ഈ വ്യാളീമുഖത്തിന്റെ വായ്ക്കുള്ളിൽ ഒരു ഉരുളൻ കല്ലും. ഈ ഉരുളൻ കല്ലാണ് കൗതുകമുണർത്തുന്ന മറ്റൊരു കാഴ്ച. ഈ കല്ല് കൈകൊണ്ട് ഉരുട്ടി മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്തും സാധിക്കും എന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ പമ്പാ നദിയിൽ പമ്പയുടെ കുഞ്ഞോളങ്ങളിൽ കാൽ നനച്ച് തീർത്ഥം തളിച്ച് പരിശുദ്ധിയോടെ ദർശനശേഷം മനഃശാന്തിയോടെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങുന്നു.